ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ കുറേ നാളുകൾക്ക് ശേഷം നാട്ടിൽ വന്നതാണ്. അപ്പോൾ ഏകദേശം 2 മാസങ്ങൾക്ക് ശേഷമായിട്ടോ ഞങ്ങൾ നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഇത്രയും ഒരു ലോങ് ഗ്യാപ്പ് നമ്മൾ എടുക്കാറേ ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും അങ്ങനെയൊക്കെ വന്നുകൊണ്ടാണ് നമ്മൾ 2 മാസങ്ങൾക്ക് ശേഷം ഇപ്പോൾ നാട്ടിലെത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷേ ഉണ്ണിക്കണ്ണന്മാരില്ലാത്തതുകൊണ്ട് ചെറിയൊരു സങ്കടമുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ വിചാരിച്ചു നാട്ടിൽ വന്നല്ലേ, അപ്പോൾ ഒന്ന് എറണാകുളമൊക്കെ കറങ്ങിയിട്ട് വരാം, ബ്രോഡ്വേയും മറൈൻ ഡ്രൈവിലൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് നമ്മൾ 4 പേരും കൂടി റെഡിയായിട്ട് ഇറങ്ങി. അപ്പോൾ അങ്ങനെ നമ്മൾ ഓട്ടോയിൽ കയറി നമ്മൾ അവിടെ നിന്ന് നേരെ ബസ്സിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ 4 പേരുള്ളതുകൊണ്ട് നമ്മൾ ബസ്സിന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നല്ല ക്ലൈമറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വെയിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത മഴയാണെങ്കിൽ ഫുള്ള് മഴയായിരിക്കും, വെയിലാണെങ്കിൽ ഫുള്ള് വെയിൽ, അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ്. പക്ഷേ നല്ലൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ നല്ല ഒരു ക്ലൈമറ്റ് തന്നെയായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ നേരെ ബസ്സിൽ കയറിയിട്ട് നേരെ ബ്രോഡ്വേയിലേക്ക് പോവാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോകുന്നത് ബ്രോഡ്വേയിലാണ്. അപ്പോൾ എറണാകുളത്ത് എപ്പോൾ വന്നാലും നമ്മൾ ചുമ്മാ ഒന്ന് ബ്രോഡ്വേ പോകും. അപ്പോൾ അവിടുത്തെ എന്തെങ്കിലുമൊക്കെ ബ്രോഡ്വേയിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിട്ട് പുതിയ അപ്ഡേറ്റ്സൊക്കെ ആയിട്ട് സാധനങ്ങളും എല്ലാം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാണ്ട് ചുമ്മാ ഒന്ന് കറങ്ങാമെന്നൊക്കെ വിചാരിച്ച് പോയതാണ്. അപ്പോൾ പുറത്തേക്ക് നിന്ന് മാറി നിൽക്കുമ്പോഴാണ് നമ്മുടെ നാട് കൂടുതൽ മിസ് ചെയ്യുന്ന ഫീൽ തോന്നുന്നത്. അതുകൊണ്ട് നമ്മൾ നാട്ടിൽ വരുമ്പോൾ ചുമ്മാ ഒന്ന് ഈ ഒരു മറൈൻ ഡ്രൈവിലൊക്കെ വെറുതെ ഒന്ന് കറങ്ങും. അപ്പോൾ ചുമ്മാ ഒരു സന്തോഷം. അപ്പം ഇന്ന് ഈദ് കൂടി ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അവധിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ബ്രോഡ്വേയിൽ കടകളൊക്കെ കുറച്ച് ഷോപ്സൊക്കെ ക്ലോസ് ആയിരുന്നു, കാരണം ഈദിൻ്റെ അവധി ആയതുകൊണ്ടാണ്. പക്ഷേ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അവധി ദിവസം ആയതുകൊണ്ട് ബ്രോഡ്വേയിൽ അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് അങ്ങനെ നമ്മൾ മേത്തർ ബസാറിലെത്തി. അപ്പോൾ നമ്മളെപ്പോഴും മേത്തർ ബസാറിൽ വരാറുണ്ട്. ക്രിസ്മസ് ഓണമൊക്കെ വരുമ്പോൾ മേത്തർ ബസാറിൽ പുതിയ ഐറ്റംസൊക്കെ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ മേത്തർ ബസാർ ആ ഒരു ടൈമിലാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ചുമ്മാ വന്നപ്പോൾ കുറേ ഓർണമെൻറ്റ്സ്, ജ്വല്ലറീസ് ഐറ്റംസ് എല്ലാം നമ്മളിവിടെ കണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഹോൾസെയിലായിട്ട് റീറ്റെയിലായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ ഇവിടെ വരുമ്പോൾ എല്ലാത്തിനും വിലക്കുറവാണ്. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് അയ്യോ ഇത്രയും വിലക്കുറവാണോ എന്ന് തോന്നിപ്പോൾ അത്രയധികം ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് വേണ്ട ഇതുപോലത്തെ ടോയ്സും പിന്നെ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ടോയ്സിൻ്റെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പിന്നെ സ്കൂള് തുറന്നുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വേണ്ട ബുക്സ്, അതുപോലെ തന്നെ ആവശ്യമായ സാധനങ്ങളെല്ലാം നമുക്ക് ഇവിടെ വന്നാൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇഷ്ടം പോലെ എല്ലാത്തിൻ്റെയും ഓൾ ഇൻ ഓൾ സ്ഥലമാണ് ബ്രോഡ്വേ. അപ്പോൾ നമുക്ക് എല്ലാ ഐറ്റംസും ഇവിടെ ഒന്ന് വാങ്ങാവുന്നതാണ്. അപ്പോൾ ചെരുപ്പുകളും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടു. കുറച്ച് സാധനങ്ങളൊക്കെ ആവശ്യമുള്ളത് നമ്മൾ നോക്കി. അപ്പോൾ അത് ഡ്രസ്സിൻ്റെയും ഒരു ഷോപ്പിൽ കയറി. അപ്പോൾ ഇവിടെ ഡ്രസ്സിനൊക്കെ നല്ല വിലക്കുറവാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അതിനും നല്ല വിലക്കുറവുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ബ്രോഡ്വേയിൽ നിന്ന് ഒരു ചെറിയ കുഞ്ഞു ഷോപ്പിംഗ് നടത്തി. അപ്പോൾ നമ്മളങ്ങനെ എല്ലായിടും ഒന്ന് ചുറ്റിക്കറങ്ങി കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മു ബ്രോഡ്വേയിൽ കുറേ നാളുകൾക്ക് ശേഷമാണ് വരുന്നത്. അപ്പോൾ ഞാനും അതെ ബ്രോഡ്വേയിൽ നേരത്തെ എപ്പോഴും വരുമായിരുന്നു. ഇപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ സമയമൊന്നും കിട്ടാറില്ല. പക്ഷേ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് വന്നു പോകും. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ലൊരു അടിപൊളി ടെഡി ബിയർ ഉണ്ട് കേട്ടോ. പല കളർ റെയിൻബോ ടെഡി എന്നാണ് പറയുമ്പോൾ നല്ല രസമുണ്ടായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ടെഡി ബിയർ ആയിരുന്നു. അപ്പോൾ അങ്ങനത്തേക്ക് കുറേ വെറൈറ്റി ഐറ്റംസ് നമുക്ക് ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടോ. അപ്പോൾ ഫ്ലവേഴ്സിൽ തന്നെ അത് എന്തോരം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് വന്നിട്ട് ശരിക്കും ഒറിജിനലിനെ വെല്ലുന്ന രീതിയിലുള്ള ഫ്ലവേഴ്സാണ്. മുല്ലപ്പൂവിൻ്റെയൊക്കെ കറക്റ്റ് ആ ഒരു ഒറിജിനൽ ടെക്സ്ചറിലാണ് ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറേ അങ്ങനത്തെ ഐറ്റംസൊക്കെ പുതുതായിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ വഴിയരികിൽ ഫുള്ള് തിരക്കാണ്, എവിടെ നോക്കിയാലും തിരക്കാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ ഓരോ കച്ചവട സാധനങ്ങളൊക്കെ ആയിട്ട് മൊത്തം തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ചെറിയൊരു ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ മറൈൻ ഡ്രൈവിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബ്രോഡ്വേ വരെ വന്നിട്ട് എന്തായാലും മറൈൻ ഡ്രൈവിൽ പോകാതെ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ മറൈൻ ഡ്രൈവിൽ പോകാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകണം. അങ്ങനെ നമ്മൾ മറൈൻ ഡ്രൈവിൽ എത്തിയിട്ട് അപ്പോൾ മറൈൻ ഡ്രൈവിൽ വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ഇത് മറൈൻ ഡ്രൈവ് ആണോ അതോ
നോർത്ത് ഇന്ത്യ ആണോ, കാരണം ഇവിടെ വന്നപ്പോൾ മറൈൻ ഡ്രൈവിൽ ഫുൾ ഭായിമാരാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ, നമ്മുടെ കൊച്ചിയിൽ ഇത്രയധികം ഭായിമാർ ഫുൾ ഹിന്ദിയാണ്. നമ്മൾ ശരിക്കും ഒരു നോർത്ത് ഇന്ത്യയിൽ വന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയധികം ആൾക്കാരെ എവിടെ നിന്ന് വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അത്രയധികം ഫുൾ ഭായിമാരായിട്ട് ഈ ഒരു മറൈൻ ഡ്രൈവ് ഫുള്ള് നിറഞ്ഞു നിൽക്കുമായിരുന്നു. പിന്നെ അവധി ആയതുകൊണ്ട് എല്ലാവരും ഈ ഒരു ടൈമിൽ വന്നതാണോ എന്ന് അറിഞ്ഞൂടാ, നല്ല തിരക്കായിരുന്നു. ഫുള്ള് ഭയങ്കര തിരക്കും തിരക്കൊക്കെ ആയിട്ട് എന്താ സ്പേസ് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നോളൂ, കാരണം എവിടെ നോക്കിയാലും ഹിന്ദിയും പിന്നെ അതുപോലത്തെയൊക്കെ ഇതായിരുന്നു, ഫുള്ള് തിരക്കും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം മറൈൻ ഡ്രൈവിൽ സ്പെൻഡ് ചെയ്തു. ഇപ്പോൾ ഇവിടെ ഫുള്ള് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രസമാണ്. ഈ ഒരു തണലൊക്കെ ആയിട്ട് നല്ല രസമാണ്. ആ ഒരു സ്പേസ് നല്ല, ആ ഒരു കടലിൻ്റെ വ്യൂവും എല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതാ ഈ ഒരു കടലിൽ നല്ല വെള്ളം ഇങ്ങനെ നന്നായിട്ട് വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ബോട്ട് യാത്ര എത്രത്തോളം പോസിബിളാണെന്ന് അറിഞ്ഞൂടാ, കാരണം ഈ ഒരു ഓളം കണ്ടിട്ട് നമുക്ക് പേടിയായി ബോട്ടിൽ കയറാൻ. പിന്നെ റീസെൻ്റായിട്ട് കപ്പൽ മുങ്ങിയും അതുപോലെ മഴയുടെ ഇഷ്യൂസൊക്കെ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ബോട്ടിലൊക്കെ യാത്ര ചെയ്യാൻ കുറച്ച് പേടിയുള്ളതുകൊണ്ട് നമ്മൾ ബോട്ടിൽ കയറിയില്ല. ഈ ഒരു കൊച്ചിയുടെ വ്യൂ ഒക്കെ ആസ്വദിച്ച് ഇങ്ങനെ കുറേ നേരം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഞങ്ങൾക്ക് വളരെ മെമ്മറബിൾ ആയിരുന്നു. പക്ഷേ ഉണ്ണിക്കണ്ണന്മാരില്ലാത്തതുകൊണ്ട് അവന്മാരെ ചെറുതായിട്ട് മിസ്സും കൂടി ചെയ്തു കേട്ടോ. അപ്പോൾ ഇനി അവന്മാരെ കൂടി വരുമ്പോൾ നമ്മൾ എന്തായാലും ബ്രോഡ്വേയിൽ വരും, മറൈൻ ഡ്രൈവിലൊക്കെ വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.